ഒരു ഉണ്ടക്കാസിൻ എന്ന് പറയുന്ന ഒരാൾ തെക്കെ ഉണ്ടായിരുന്നു. ആളിനെ അറിയാമോ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടക്കാസിൻ ഭയങ്കര ഒരു ആനക്കാരനാണ്. ഉണ്ടക്കാസിൻ അഴിച്ചു കെട്ടി കയറുന്ന ആനെ തെക്കൻ നാട്ടിൽ ഉരുമാരക്കാരും അഴിച്ചു കെട്ടി കയറിയല്ല. കേട്ടിട്ടുണ്ട്. ഉണ്ടക്കാസിൻ എൻ്റെ കൂടെ ഇത് എനിക്കൊരു കൂട്ടുകാരനായിരുന്നു ഉണ്ടക്കാസിൻ. ആ സർപ്രൈസ് പ്രായക്കാരൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു. ഇതേപോലെ ഇൻ്റർവ്യൂവിനിടയ്ക്ക് ആരോ പറഞ്ഞു ഉണ്ടക്കാസിന് മൈഡി നാറാവുള്ള കുറുമ്പാല് പോലെയുള്ള അതിലൊക്കെ മെച്ചമാണ് ഈ ഉണ്ടക്കാസിൻ തെക്കൻ നാട്ടിൽ. പിന്നെ ഒരു കല്ലെടുത്ത് ഏറെറിഞ്ഞ ആന തറ വീഴും. അതായിരുന്നു ഉണ്ടക്കാസിൻ്റെ അടിയെല്ലാം മെച്ചം. ഏറാ ഈ മീശയൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുക ഉണ്ടക്കാസിൻ്റെ. ഇത്രയും പൊക്കമുള്ളൂ. കാട്ടാക്കട കോന്നനാനയൊക്കെ ഭയങ്കര വഴക്കുള്ള ആന. ഇതിനൊക്കെ ഈ കാസിനുണ്ടെങ്കിൽ എനിക്കൊരു വഴക്കുമില്ല. അത് തെക്കൻ നാട്ടിലുള്ള മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാം. ഇന്നിപ്പോൾ ആന ഇവിടെ കെട്ടിയേക്കുവാണെങ്കിൽ കാസിൻ കയറുന്ന ആന ദിവസവും തറി വന്ന് നിൽക്കും. അത് അയാളുടെ ചിട്ട. ആ കടവിൽ നിന്ന് കഴുകി കഴിഞ്ഞാൽ ആന തറി കയറി നിൽക്കും. അങ്ങനെ ഇപ്പോൾ ആന കയറാൻ ചിട്ടയുണ്ടോ? ആന കടവിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ തറി വന്ന് കയറി തിരിഞ്ഞ് നിൽക്കും. ഇപ്പോഴൊക്കെ കയറുന്നവരുടെ ആന അങ്ങനെ നിൽക്കുമോ? ഉണ്ടക്കാസിന് എത്ര ചിട്ട. അപ്പോൾ ഉണ്ടക്കാസിൻ തന്നെയല്ല, മൈഡി താറാവുള്ള ഇതുപോലായിരുന്നു. മൈഡി താറാവുള്ള ഉണ്ടക്കാസിനെ പിന്നെ കുറുമ്പാല് പോലെ ഉള്ള അവിടെ മോനാ കുഞ്ഞികൃഷ്ണൻ, അറിയോ? കൈപ്പള്ളി വഴി ആന കയറി കുഞ്ഞികൃഷ്ണനുള്ള ആന കയറിയ സംഭവം. കാരുവള്ളി ആന കയറിയെന്ന് പറഞ്ഞാൽ ചേർത്തല താലൂക്കിൽ വനമോഹൻ ആനയും കൊണ്ട് എഴുന്നള്ളിക്കാൻ ചെന്നപ്പോഴേ അന്ന് അമ്പലപ്പുഴ ഇരുന്ന സ്വീകാര്യക്കാരൻ ശ്രീകണ്ഠ സാറാണ്. ശ്രീകണ്ഠ സാറിൻ്റെ കെറോവിൽ ചേർത്തല താലൂക്ക് മിക്കവാറും ഉള്ള അമ്പലങ്ങളിലെല്ലാം പരിപാടി കിട്ടും. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഞാനൊരു കാരുവള്ളി ആന കയറിക്കൊണ്ടിരുന്ന രാമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ വീട്ടിൽ ഞാനിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആനയെ കാവുങ്കൽ അമ്പലത്തിലിട്ട് ഇയാളെ തട്ടിയിട്ട് കഴിഞ്ഞപ്പം ഇവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആ വീട്ടുകാരോടി എൻ്റെ അടുക്ക വന്നു. വീട്ടുകാരനെ ആന തട്ടിയിട്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് ആനയെ പിടിച്ചു. അന്നേരം ആന നിൽക്കുക. ആന ഒരിടത്ത് നിൽക്കുക. ആനയെ അവിടെ കെട്ടി. അതിൻ്റെ പേരൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. കാരുവള്ളി ആനയെന്ന് എനിക്കറിയാവൂ. ഞാനതിനെ അവിടെ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ആനയെ കെട്ടിയഴിച്ച് ഞാൻ കാരുവള്ളി കാവുങ്കൽ മുഹമ്മ മണ്ണഞ്ചേരി ഈ ഭാഗത്തൊക്കെ രാവിലെ അഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആദ്യം ഞാൻ വനമോഹനാനയ്ക്ക് തീറ്റ ഉണ്ടാക്കും. രണ്ടാമത് പോയി ആനയ്ക്ക് തീറ്റ ഉണ്ടാക്കും, കുളിപ്പിക്കും, കെട്ടും. അങ്ങനെ ഞാൻ 1 മാസം വരെ കാരുവള്ളി ആന അവിടെ നിന്നത്. കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഈ അടി കൊണ്ട രാമൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ മാറുകയും ചെയ്തു. വേറെ കാരണമൊന്നും ഉണ്ടായിട്ടില്ല.